ഈ പഞ്ച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് ഇതാണ്. 8:30-ക്ക് എത്തേണ്ട പരിപാടിക്ക് 9:30 ആയിട്ട് ഞാൻ ബസ്സിൽ തന്നെയായിരുന്നു. ഇന്ന് കൈരളി തിയേറ്ററിൽ വെച്ചിട്ട് ഒരു ചെറിയ പരിപാടിയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോകുന്നത്. 8:30 മുതലേ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ആളുകൾ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇനി ലേറ്റ് ആയതിന് അവരുടെ വാങ്ങിച്ചു പിടിക്കാനാണ് ഞാൻ ഈ പോകുന്നത്. അങ്ങനെ തിയേറ്ററിൽ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എല്ലാവരും തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ എന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ചെന്ന പാടെ ആദ്യം അന്നാനീരേന്ന് എന്നെ കിട്ടി. കാരണം അവളെ 8:15 മുതൽ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അവിടെ. കേരള സർക്കാർ നടത്തുന്ന സവിശേഷ എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വോളണ്ടിയേഴ്സ് ആയിട്ടാണ് കേട്ടോ ഞങ്ങളവിടെ പോയത്. ഭിന്നശേഷിയായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ബുക്ക് ഫെസ്റ്റ്, അതുപോലെ ഫിലിം ഫെസ്റ്റ്, എക്സിബിഷൻ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3 ദിവസമായിട്ടാണ് കേട്ടോ ഈ ഒരു പരിപാടി നടത്തുന്നത്. ആദ്യത്തെ ദിവസമായ ഇന്ന് ഫിലിം ഫെസ്റ്റ് ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ഞങ്ങൾ പോയ സമയത്ത് കായ്പോള എന്ന് പറയുന്ന ഒരു ഫിലിമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നല്ലൊരു ഫിലിമായിരുന്നു കേട്ടോ കായ്പോള. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഫിലിം കാണുന്നത്. ഇതാണ് ആ ഫിലിമിൻ്റെ ഡയറക്ടർ. അതുപോലെ തന്നെ ആ ഫിലിമിൻ്റെ പിറകിലുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് മൊമെൻറ്റോ ഒക്കെ കൊടുക്കുന്ന ഒരു സെക്ഷൻ ആയിരുന്നു കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങിയ സമയത്ത് നമുക്ക് റിഫ്രഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സൈറ്റ്മെൻറ്റ് അതിനുള്ളിൽ എന്തായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. വലിയ കാര്യത്തിൽ ഞാൻ ആദ്യമായിട്ട് തുറക്കുമ്പോൾ ആ ബോക്സ് അങ്ങ് തുറക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ളിലെ മിൽക്ക് ഷേക്ക് ആദ്യമേ അരക്കി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ മിൽക്ക് ഷേക്ക് അധികം ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാതെ ഞാൻ അതുപോലെ അങ്ങ് തിരിച്ചു. ഇനി എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഈ ബോക്സിനകത്ത് കാണുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വലിച്ചു പൊട്ടിക്കുന്നത്. തുറന്നു നോക്കിയപ്പോഴത്തേക്കും എന്താണ് കേക്കും, നമ്മളിവിടെ പഞ്ചാബി സമൂസ എന്നൊക്കെ പറയും, അതും അതുപോലെ തന്നെ മസാല ബിസ്ക്കറ്റും. എനിക്ക് ആകെപ്പാടെ അതിനകത്ത് ഇഷ്ടപ്പെട്ടത് ആ ഒരു കേക്ക് മാത്രമാണ്. ബാക്കിയൊന്നും ഞാൻ കഴിച്ചില്ല. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ ഈ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഈ പരിപാടിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും കൂപ്പൺ നൽകിയിട്ടുണ്ട്. ആ കൂപ്പൺ യൂസ് ചെയ്തുകൊണ്ട് ടാഗോ തിയേറ്ററിൽ ഇതേ സെയിം പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. നല്ല അടിപൊളി ഫുഡായിരുന്നു ഗൈസ്. നല്ല പായസമൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മാത്രമേ വാങ്ങിച്ച് കഴിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സിനിമ കാണാൻ കയറി. അടുത്ത സിനിമ ദൈവത്തിരുമകളായിരുന്നു. അത് കണ്ട് കഴിഞ്ഞ് ഇറങ്ങി ഉടനെ തന്നെ അടുത്ത് ക്ലോസിംഗ് സെറമണി ആയിരുന്നു. പിന്നെ ക്ലോസിംഗ് സെറമണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.